അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം നമ്മളിന്ന് താന്നൂർ മൂലക്കുള്ള സെലീറ ഫുഡ് കോർട്ടിലേക്ക് വന്നു കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചക്ക്. പക്ഷേ ഇവിടെ ഉച്ചക്കല്ല ഉള്ളത്, നല്ല വിശാലമായ മൈതാനമൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ. ഇവിടെ വൈകുന്നേരമാണ് നല്ല ഫുഡും പരിപാടിയൊക്കെ ഉള്ളത് കേട്ടോ. നല്ല പച്ചപ്പാണ് ഇവിടെ കേട്ടോ, വന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. രാത്രിയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും ഇവിടെ. ഞങ്ങൾ ഉച്ചക്കായതുകൊണ്ട് ലേറ്റും തോന്നുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാച്ചിട്ട് വന്ന് നോക്കിയാണ്. അപ്പോൾ 2 കട മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ 5 മണിൻ്റെ ശേഷമാണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ നടന്ന് നോക്കിയിട്ടോ, നല്ല പച്ചപ്പും പൂക്കളും നല്ല ഭംഗിയുണ്ട്. പുറത്ത് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മേലേക്ക് ഇപ്പോൾ കയറിയിട്ടില്ല, കാരണം ഇനി രാത്രി എന്തെങ്കിലും വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരവും ഇല്ല, നമ്മൾ പുറത്ത് താഴെ തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നമ്മൾ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല കേട്ടോ, നേരിട്ട് പോയി കാണുമ്പോൾ നല്ല സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിയും ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഈ നേരത്ത് വല്ലാതെ ഫുഡൊന്നും ഇല്ല, രാത്രിക്കത്തെയാണ് ഇവിടെ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളതൊക്കെ വാങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഫുഡൊക്കെ സൂപ്പറാട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല വെയിലാട്ടോ, അപ്പോൾ ഒരു തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കണ്ട കേട്ടോ വെള്ളത്തിൻ്റെ. അങ്ങനെ ഉണ്ട് മേലെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു. നട്ടുച്ചല്ലേ, ചെറിയ ചെറിയ മരങ്ങളൊക്കെയാണ് ഉള്ളത്, വലിയ മരങ്ങളൊന്നുമില്ല. ചെടികളാണ് തോനെയുള്ളത്, അതൊന്നും മേലൊക്കെ കണ്ട് എത്തൂല്ല, വെയിലിൻ്റെ അതൊന്നും താങ്ങാൻ പറ്റൂലല്ലോ. ഞങ്ങളവിടെ കുറച്ചിങ്ങനെ എല്ലായിടത്തൊന്നും ഇങ്ങനെ കണ്ണോടിച്ചാട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു ദിവസം രാത്രി വരണം, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. ഗേറ്റും കാര്യങ്ങളും നല്ല, അപ്പോഴാണ് ആളും ഉണ്ടാവുക. ഈ നേരത്തെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ പറ്റിയും തെറ്റിയായിട്ട് ആൾക്കാരിങ്ങനെ വന്ന് പോയി ഭക്ഷണം കഴിച്ച് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫലൂദ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നാടൻ ഭക്ഷണം ഉണ്ട് കേട്ടോ, അത് ഉച്ചയ്ക്ക് പല മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊന്നും കഴിച്ചില്ല. നമ്മൾ ബിരിയാണി മന്തിയും തന്നെ. ഇവിടെ കണ്ട നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റും ഉണ്ട് കേട്ടോ, ലൈറ്റ് പകലായതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാത്തത്. അപ്പം നമ്മൾ ഫലൂദ ഓർഡർ ചെയ്താൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് നമുക്ക് എടുത്ത് കഴിച്ച് നോക്കാം. പക്ഷേ ഇത് മുഴുവനാക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ചോറൊക്കെ തിന്നതല്ലേ. നമ്മൾ കുറച്ചൊക്കെ കഴിച്ചാൽ ബാക്കി പാർസലാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ടോ. വൈകുന്നേരം അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കുകയും ചെയ്ത്. നമ്മളിങ്ങനെയൊക്കെ കഴിക്കാൻ വരുമ്പോൾ ഇത് ഒറ്റയ്ക്ക് കഴിക്കണമല്ലേ, അപ്പോഴാണ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക. വയറ് നിറഞ്ഞാൽ പിന്നെ അതൊന്നും ശരിയാവില്ലല്ലേ. അങ്ങനെ നമ്മളടുത്ത് തന്നെയാണിത്, അതുകൊണ്ട് വരുന്നവർക്കൊക്കെ നമ്മുടെ ഈ അടുത്ത ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല സുഖമാണിത്, വേഗം വന്ന് കഴിച്ച് പോകാനും. പുറത്തും മേലെയൊക്കെ നല്ല സെറ്റപ്പിലാട്ടോ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വണ്ടി പാർക്ക് ചെയ്യാനും നല്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിത് ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ പറയണതിൽ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ.
നമ്മൾ മനുഷ്യരല്ലേ, നമ്മളെത്തല്ലേ തോനെ തെറ്റുകളും പോരായ്മയുണ്ട്. അറിയാണ്ടൊന്നും ചെയ്യണില്ല. അറിയാതെ നമ്മളെ എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് തരട്ടോ. നല്ല വെള്ള പൂക്കളതും ഒരു നീല പൂവിൻ്റെയും വള്ളികളാട്ടത്. ഇതതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒരു പടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ കീഭാഗത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കട്ടോ. ഇവിടെയൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് പൂവില്ലാത്തടത്ത് ഇങ്ങനെ പച്ചപ്പ് ഇല മാത്രം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ കാണാം. പക്ഷേ ഇതൊക്കെ രാത്രിയാണ് ഇതിൻ്റെ ഭംഗി കാണുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി അറിയണില്ലല്ലേ. നമുക്കൊരു ദിവസം ഇത് രാത്രി എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിനി വണ്ടി കയറാൻ പോകും കേട്ടോ. ഇനി പിന്നെ ഒരു ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരണ്ട കേട്ടോ. ഓരോ കടകളും അടഞ്ഞ് കിടക്കുക കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ ഷട്ടർ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പകൽ ഇല്ലതൊന്നും ഇല്ല, ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിട്ട് എത്തിപ്പോട്ടെ. മോനപ്പോൾ അവിടുന്ന് അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുക കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.